ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റേത് തെറ്റായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണെന്ന് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുമ്പോൾ പ്രദേശം, മതം, ജാതി എന്നിവയുടെ സന്തുലിതാവസ്ഥ സൂക്ഷിച്ചിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വിയോജനക്കുറിപ്പിൽ വ്യക്തമാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. പരസ്പര കൂടിയാലോചനയും സമവായവും അവഗണിച്ചുകൊണ്ടുള്ള രീതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെത് എന്നാണ് വിമർശനം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഖാർഗെയും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ജസ്റ്റിസ് രോഹിന്റൺ ഫാലി നരിമാൻ, ജസ്റ്റിസ് കുറ്റിയിൽ മാത്യു ജോസഫ് എന്നിവരുടെ പേരുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ മനുഷ്യാവകാശ സമിതിയുടെ തലവനായിട്ടാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചത്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുമ്പോൾ പ്രദേശം, മതം, ജാതി എന്നിവയുടെ സന്തുലിതാവസ്ഥ സൂക്ഷിച്ചിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വിയോജനക്കുറിപ്പിൽ പറഞ്ഞു. ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ മനുഷ്യാവകാശ കമ്മീഷനെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള സർക്കാരിന്റെ സമീപനമാണ് കാണിക്കുന്നതെന്നും അവർ ആരോപിച്ചു. കമ്മീഷൻ അധ്യക്ഷനെ കൂടാതെ അംഗങ്ങളുടെ സ്ഥാനത്തേക്ക് ജസ്റ്റിസ് എസ് മുരളീധർ, ജസ്റ്റിസ് അഖിൽ അബ്ദുൽ ഹമീദ് ഖുറേഷി എന്നിവരുടെ പേരുകളും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ശുപാർശ ചെയ്തിരുന്നു. മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇരുവർക്കും മാതൃകാപരമായ ട്രാക്ക് റെക്കോർഡുകൾ ഉണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. റിട്ടയേർഡ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യന്റെ നിയമനത്തിന് മുൻപ് റിട്ടയേർഡ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജൂൺ 1 കാലാവധി പൂർത്തിയാക്കിയതു മുതൽ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഡിസംബർ 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാൻ യോഗം ചേർന്നു. രാഹുൽ ഗാന്ധിയും ഖാർഗെയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കമ്മീഷൻ നിയമം അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ മേധാവിയെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അതിൽ ലോക്സഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരാണുള്ളത്. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസിനെയോ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയെയോ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്.